ഹായ് നല്ല ഫ്രെയിം ഇവിടെ വാ തമ്പനയിലുള്ള ഫോട്ടോ എടുക്കട്ടെ. ഇന്നിപ്പോ കറക്റ്റ് സമയം എത്തും. ആ പട്ടിയുടെ കൂടിന്റെ വാതിലൊക്കെ ഉറപ്പുള്ളതല്ല കേട്ടോ, വേഗം നടക്കാം. പറയണ കേട്ടാ തോന്നി എനിക്ക് ഭയങ്കര കളറാണ്. അല്ല, ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 790 രൂപ അങ്ങ് പോയി. ബാക്ക് ക്യാമറ എടുത്ത് കൊപ്രായം കാണിക്കാൻ തോന്നുന്നില്ല. വി ആർ ഗോയിങ്. ഇന്നലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് കാരണം നമ്മൾ എടുക്കാത്തോണ്ടല്ല. ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്താൽ അത് കാര്യം കാണാനില്ലല്ലോ. അതെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെ നമ്മൾ ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഇന്നലെ 3ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഇത് 4ാമത്തെ ദിവസത്തെ പ്രയാണം ഇതാ ആരംഭിക്കുകയായി. നമ്മൾ രാവിലെ കടത്ത് അന്വേഷിച്ച് പോവുകയാണ്. മൊത്തം ചെളിയാണ്. 8:35. ആ എന്താന്നും ഉണ്ടായല്ലേ? ഒന്നും ഉണ്ടായില്ല, ഭയങ്കര മഴ. 9 മണിയാകുമ്പോൾ കയറണം. അപ്പം അവിടെ വരെ നടക്കും. ആ എന്നാൽ അത് ക്യാൻസൽ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പുതിയ ഷൂസ് മേടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കാണിക്കാനില്ല ഗൈസ്. ഈ കടത്തിലേക്ക് ഇനി ഏത് വഴി ഇറങ്ങണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. അവിടെ വെച്ച് നമ്മൾ സ്റ്റക്കായി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴി കാണുന്നുണ്ട്. കടത്തിൻ്റെ സൈഡിലൊരു വഴി ഉണ്ട്. ആ വഴിയിലേക്ക് എങ്ങനെ എത്തണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ അടുത്ത വഴി പോയി നോക്കുവാണ്. ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് 8:40 ആയി. ഇന്നലെ സാർ ചോദിച്ചു എത്ര മണിക്ക് വന്നേ? പിന്നെ 8:58 നേരത്തെ വന്ന്. ഇന്നിപ്പോൾ കറക്റ്റ് സമയം എത്തും. ആ പിന്നെ ഇന്നലെ വീഡിയോ ഇടാണ്ടിരുന്നത് ഞാനാണെങ്കിൽ ഈ എഡിറ്റിങ് കയറി പ്രാന്തായിട്ട് ഞാൻ ഇൻഷോട്ടിൻ്റെ പ്രീമിയം എടുത്തു 2 രൂപയ്ക്ക്. ഓട്ടോ പേ ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽ ആയില്ല. ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 790 രൂപ അങ്ങ് പോയി. റീഫണ്ടിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ പോയി. ഞാൻ കടക്കൊന്ന് കടന്ന് അപ്പുറം എത്തിയാൽ മതിയാണ്. സമയമില്ലാത്ത സമയത്ത് വഴി തെറ്റി. ഈസ് വെരി നൈസ് ഏർപ്പാട്. യുനോ, അറിയാത്ത വഴി കൂടെ എക്സ്പ്ലോർ ഡോർ. അത് എക്സ്പ്ലോറർ അത് രാവിലെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. വൈകുന്നേരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ബസ് ഇറങ്ങിയപ്പോഴേ മഴ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരെ പോവാ, ഓട്ടോ അടിച്ച് പോവാ. അപ്പം ഒരാൾക്ക് കടത്തിൻ്റെ വഴി താഴേക്കാണ്, കടത്തിൻ്റെ വഴി താഴേക്കാണ്, കടത്തിൻ്റെ വഴി പിന്നെയും താഴേക്കാണ്. അപ്പം ഞാൻ എന്തായാലും ആവട്ടെ, ഇന്ന് കടത്തിൻ്റെ വഴി കണ്ടുപിടിച്ചിട്ട് പോവാം. ഇപ്പോൾ 9 മണി വരെ ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നത്. കലിങ്കാണത്. എന്തെങ്കിലും സംഭവം കിട്ടി. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു വിധി. ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഡെയിലി ചവറക്ക് പോണ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ കണ്ടന്റ് ഒന്നും കാണത്തില്ലേ. ഇതിപ്പോ ഡെയിലി കണ്ടതല്ലേ. ഇന്നലെ കടത്ത് കണ്ടുപിടിച്ചത്, ഇന്ന് കടത്തിലേക്കുള്ള വേറെ വഴി കണ്ടുപിടിച്ചത്. അവിടെ കടത്തുകാരൻ ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ തീരും. പറയാൻ പാടില്ല. ഇനിയുണ്ടാ മുക്കുവര് പോവാം. വി ആർ എനർജറ്റിക് അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മളൊരു IRE മാൻ സ്പിരിറ്റ് ആയിട്ടൊന്നും എടുക്കും ഇല്ലേ? അതെ. ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഓക്വേർഡാവും ഗൈസ്. അപ്പം ഞാൻ വീഡിയോ എടുക്കത്തില്ല. അതാണ് കടത്തിൽ വീഡിയോ എടുക്കാതിരുന്നത്. നമ്മൾ IRE എത്തി. സമയം 9:01. 1 മിനിറ്റ് അല്ലേ. പിന്നെ ഇതിനുള്ളിൽ നടന്ന അക്കരെ എത്തുമ്പം അപ്പുറത്ത് എത്തുമ്പോൾ ഒരു സമയമാവും. പോട്ടെ, വൈകുന്നേരം വരാം. അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ടി ഒന്നും ഉണ്ടായില്ല. രാവിലെ കടത്ത് അന്വേഷിച്ചാണെന്നൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ. അവിടുന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ കൈ കുഴയും, കാല് കുഴയും, തലവേദന എടുക്കും. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും അറിയത്തില്ല. നമ്മൾ വെറുതെ മെഷീൻ എടുക്കാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, ഈ എലിവേറ്ററിൽ സാധനമൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് എല്ലാം അങ്ങനെ കണ്ടുപിടിക്കും. എന്നാൽ വിദൂരതയിൽ ആ വീട് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? നല്ല രസമല്ലേ? മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. എന്തൊരു ആംബിയൻസ് ആണെന്നറിയോ. ഇവിടെ നിന്നൊക്കെയാണ്
ഇവിടെ നിന്നൊക്കെയാണ് മണലെടുക്കണേന്ന് തോന്നുന്നത്. ആ അവിടെ നിന്നാ മണലെടുക്കണേ. സൈഡിൽ നിന്ന് പട്ടി കുറയ്ക്കണുണ്ട്. ഏതൊക്കെയോ ഇങ്ങനെ ആഫ്രിക്ക പറക്കുന്ന ചേട്ടന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് പേടിയാവണമുണ്ട്. അതാണ് ആവശ്യമില്ലാത്ത പണിക്ക്. ഹായ്, നല്ല ഫ്രെയിം. ഇവിടെ വാ, തമ്പനയിലുള്ള ഫോട്ടോ എടുക്കട്ടെ. പക്ഷെ നല്ല വീഡിയോ കിട്ടുന്നുണ്ട്. അതെ, എന്നിട്ട് നമ്മളിതൊക്കെ ഉപയോഗിക്കും. കാരണം ഈ വീഡിയോയിൽ ചിരിക്കാനൊന്നും കാണത്തില്ല. അന്ന് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്തൊക്കെയോ കണകുണൂന്ന് കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഇതൊക്കെ ബ്ലൂപ്പറായിട്ട് ഇടും. ഇതൊന്നും ഞാൻ ഇടൂല കേട്ടോ. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് എന്തോ കണക്കാ പറയാനുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് മൊത്തത്തിൽ ഞാൻ 8 മിനിറ്റ് ആക്കും. എന്നിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് നല്ല വിശേഷം, നല്ല സുഖമുണ്ട്. കാലൊക്കെ എൻ്റെ ഷൂ കാണിച്ചത് കൃപ പുറകിൽ എന്തോ ചെയ്തുകൊണ്ട് വന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ 2 വീഡിയോ മുന്നേ എൻ്റെ ഭയങ്കര ക്ലോസസ്റ്റ് വ്ളോഗിങ് പാർട്ട്ണറായിരുന്നു. ഇപ്പോൾ പാർട്ട്ണർക്ക് ഒരു ശുഷ്കാന്തി ഇല്ലാത്തതുകൊണ്ട് വ്ളോഗൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. ടാനടിച്ച് കണ്ടാറടങ്ങി. പറയണ കേട്ടാൽ തോന്നുന്നു എനിക്ക് ഭയങ്കര കളറാണ്. അല്ല, പക്ഷെ എന്നാലും ടാനടിച്ച്. വെയിലത്തുള്ള പണിയല്ലേ. ഇവിടെ തയ്യാറില്ല. പട്ടി കൂട്ടിലിട്ടാണ് പട്ടി. അയ്യോ, താഴെ ഫുള്ള് കക്കൻ്റെ ഇടയിൽ കൂടെയാണ് നടക്കണേ. എന്ത് രസമാണെന്നറിയ ഇവിടെയൊക്കെ. ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവില്ല ഗൈസ്. അവിടെ ഒരു പട്ടി നമ്മളെ ആ പട്ടിയുടെ കൂടിൻ്റെ വാതിലത്ര ഉറപ്പുള്ളതല്ല കേട്ടോ. വേഗം നടക്കാം. വഴിയിലുള്ളവരൊക്കെ പോകുമ്പോൾ നോക്കണുണ്ട് ഈ ഫോണും കൊണ്ട് ഈ കൊച്ചു എന്തുവാ കാണിക്കണേന്ന്. പക്ഷെ നമുക്ക് നാണമനമില്ല. നാണമനം വരെ പാടില്ല. ഗസ്ട്രോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മഹതിക്ക്. അതൊന്നും പുറത്ത് പറയുന്നത് ഞാൻ എല്ലാത്തിലും മെൻഷൻ ചെയ്യാറുണ്ട്. ചാനൽ പക്ഷെ എൻ്റെ ചാനൽ ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന ആരോട് ഇതാണ് എൻ്റെ ചാനൽ, ഞാനിതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. അതിലിച്ചിരി ഷയ്യാടേ. എല്ലാത്തിൻ്റെയും ഷൈ അങ്ങോട്ട് മാറിയില്ല. കുറച്ച് ഷൈയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാനൊക്കെ പോയിട്ട് നമ്മൾ മഴക്കാർ കാണിച്ചു. നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം തെളിഞ്ഞ ആകാശമല്ലേ കാണണം. ഒന്ന് അങ്ങോട്ട് നോക്ക്. അപ്പോൾ കാര് കണ്ടാൽ തോന്നും ഇപ്പം മഴ പെയ്ത് നമ്മളൊക്കെ കുത്തി വലിച്ച് പോകുമല്ലോ. അത് പെയ്യുന്നത് നമ്മൾ നനയും. ആ, அந்த സൈഡിൽ നിന്നും കാറ് ഇറുക്ക, இந்த സൈഡിൽ നിന്നും കാറ് ഇറുക്ക. ഒരു ഇറുക്കെ സെറ്റപ്പാണ്. അത് നമുക്ക് നിർത്താം. കുറേ നേരമായി വളവള പറയണം. സ്റ്റോറേജ് മതി. പോയിട്ട് കുറച്ച് കടൽ കാണാം. കടലിൽ കുറച്ച് ക്ലിപ്പ് എടുക്കാം. എന്നിട്ട് ബസ് കയറി വീട്ടിൽ പോവാം. എന്നിട്ട് ബസ് കയറണമെന്ന് ഇനി എടുക്കൂല ഗൈസ്. എടുത്തെടുത്ത് എൻ്റെ ഫോണിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ 2-3 ദിവസം. അതുകൊണ്ട് ബസ് കയറണമെന്ന് എടുക്കൂല. നമ്മൾ ബസ് കയറുന്നു, പോകുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ ഔട്ട്റോ എടുക്കുന്നു. സ്ഥിരം നമ്മുടെ പേടകത്തിൽ കയറി. ബൈ ബൈ ഗൈസ്, ദിസ് ഈസ് അവർ വ്യൂ. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ബാക്കി നമ്മളിനി കുറച്ച് നേരം അവർ ടൈം സെലിബ്രേറ്റ് ചെയ്യട്ടെ. ബൈ. നമ്മളൊക്കെ സുഹൃത്തുക്കളെ ഞാനത് പറയാം. മൊത്തത്തിൽ ചീഞ്ഞളിഞ്ഞു പോയി. രാവിലെ അങ്ങോട്ട് മഴയത്ത് അളിഞ്ഞ് ചീഞ്ഞു പോയി. ഫുള്ള് മഴ. എന്നിട്ട് ആ കടവിൻ്റെ അവിടെ കിടന്ന് മഴയത്ത് കിടന്ന് അങ്ങനെ മൊത്തത്തിൽ നനഞ്ഞ് ചീഞ്ഞ് തിരിച്ച് വലിയ കാര്യത്തിൽ ടാറ്റയും പറഞ്ഞ് ബീച്ച് കാണാൻ പോയിട്ട് എന്താണ്ടായേ? ആരോ നോക്കിയപ്പോൾ ഞാൻ ഇൻട്രോവേർട്ടായി. പിന്നെ നോക്കിയപ്പോൾ ഞാൻ പിന്നെ ഇൻട്രോവേർട്ടായി. ഒരു സെക്കൻഡ്, വണ്ടി കയറട്ടെ. നനഞ്ഞ വണ്ടി പോട്ടെ. എന്നിട്ട് ആ ബീച്ച് കാണാൻ പോയല്ലേ. അവിടെ ഇരുന്ന് വലിയ രസത്തിൽ ബീച്ചിൻ്റെ ആ കല്ലിൻ്റെ മണ്ടയ്ക്കും കയറുന്ന ബീച്ച് കാണുമായിരുന്നേ. ഒരു തിര ഇങ്ങോട്ട് വന്ന് മൊത്തത്തിൽ കുളിപ്പിച്ചു. തല മുതൽ കാല് വരെ ബാഗും ഫോണും ബുക്കും നോക്കിയപ്പോൾ ബക്കറ്റിലേറെ വെള്ളം ഞാൻ കടലിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് തിരിഞ്ഞു. കടലിൽ നോക്കിയിരിക്കല്ല, ഇവിടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്തോ വന്ന് വീണ ഈ ബാക്കിൽ മേലെ വെള്ളം കൊരിക്കണ പോലെ നോക്കിയിട്ട് അക്ഷയം നോക്കി. പക്ഷേ വായിന്ന് തുപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കും, ഉപ്പൊക്കെ തുപ്പിക്കളഞ്ഞുകൊണ്ടിരിക്കും. മൊത്തത്തിൽ കുളിച്ച് അങ്ങനെ കടൽ കാണാൻ പോയി. അവിടെ നിന്ന് നനഞ്ഞ് ചീഞ്ഞ് മൊത്തത്തിൽ ഒരു ചീഞ്ഞ ദിവസം. പക്ഷെ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു.
ഏതാ മൂഡ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. ചില മതി. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഡേ 4 ഐ ഗസ്.